ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഹെൽത്തിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മധുരത്തിന് ആവശ്യമായ 3 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ വരുന്ന നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൻ നന്നായി ചൂടായതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്കൊരു 7 കാഷ്യൂനട്ട് എടുത്തുനിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ടൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകണമെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് മാവ് മാതിരി ആക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. പിന്നെ ചെറിയത് കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ ഉടഞ്ഞും കിട്ടും. പഴുപ്പ് കമ്മിയായത് കുറച്ച് സമയം എടുത്ത് വഴറ്റിയെടുത്താലും മതിയാകും. ഇപ്പോൾ തോലൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴമാണെങ്കിലും കളയൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആട്ടമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഗോതമ്പ് ആട്ട. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയുമാണ്. ഇത് രണ്ടിൻ്റെ പൊടിയില്ലെങ്കിൽ രണ്ടും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഗോതമ്പ് പൊടി ഈ ശർക്കര പാനി നമ്മൾ 1.5 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ, വെള്ളം ഒഴിച്ചിട്ടല്ലേ മെൽറ്റ് ചെയ്ത്. അപ്പോൾ ചില ഗോതമ്പ് പൊടിക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, സാധാരണ പച്ചവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ തിളച്ചപടി ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ ചൂട്, തണുത്തിട്ടൊരു ചെറിയ ചൂടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടോടെ ഒഴിക്കരുതെന്ന് മാത്രം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നമ്മൾ എന്താ പറയുക, റവ ചേർത്തതല്ലേ, അതുകൊണ്ടാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. കേട്ടോ, ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിതിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് നല്ല ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ലേശം വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പിഞ്ച് വരുന്ന അപ്പസോഡയാണ്. ഒരു 1/4 ടീസ്പൂണൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു നുള്ളിൻ്റെ പോലെ 3 പിഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത്രയും എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത്, 1/4 കപ്പ് ഫുള്ള് വെള്ളമല്ല, 1/4 കപ്പിൻ്റെ അടുത്ത് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കട്ടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ റവ ചേർക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാകാൻ വെള്ളം കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലത്തെ പേപ്പർ ഗ്ലാസ്സിലാണ്. ഇതിലേക്ക് ഒരല്പം ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് മതിയെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യാം. ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ മതിയെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളൊരു അല്പം അപ്പസോഡ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വരും കേട്ടോ. ഒരുപാടങ്ങ് പൊങ്ങി പോകുമൊന്നുമില്ല, നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് പൊങ്ങി വരും. അപ്പോൾ ഇത് നിങ്ങൾ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് അപ്പസോഡ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങിയൊക്കെ വന്നോളൂ. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പസോഡ ചേർത്ത് കൊടുത്തത്, അതായത് ബേക്കിംഗ് സോഡ. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കാഷ്നട്ട് ഞാൻ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ആക്കി കൊടുക്കാം. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ആവിപാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു 20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ നമുക്കിത് വേഗാതെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അടപ്പായതുകൊണ്ട് തന്നെ ഇത് തുറന്നു നോക്കാതെ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് പൊങ്ങി വരുന്നതും ഇങ്ങനെ വിണ്ടൊക്കെ വരും കേട്ടോ അത് വേകുമ്പോൾ. അപ്പോൾ എനിക്കൊരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് ചൂടാറുമ്പോൾ തന്നെ ഈ ഗ്ലാസ്സിൽ നിന്ന് ഇളകി വന്നുള്ളൂ കേട്ടോ. ഈ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. കുട മുഴുവനും ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഗ്ലാസ്സിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് ഒരു കത്രിക കൊണ്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കിൻ്റെ കാര്യം മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.